ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്നരുളി ചെയ്ത കർത്താവ് വാസ്തവമായും നമ്മുടെ മധ്യേ. ഹല്ലേലൂയ. ആരും ഭാരപ്പെടരുത്, വേദനപ്പെടരുത് എന്ന് പറയാൻ നമുക്ക് ശക്തിയോടെ പറയാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 4 വരി പാട്ട് എന്റെ ഹൃദയത്തിലേക്ക് വന്നു. അതിനുശേഷം നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ നേടും, ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെന്റെ വിരുന്നീനും മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ ഉണർന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാമോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ആദ്യമേ നന്ദി കരയുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം വചനം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? അതോ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ളവരുടെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അതെ, മതി, മതി. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അല്ല, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനം അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ എന്താ എഴുതിയിരിക്കുന്നത്? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ആരാണ് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ? പാപികളാൽ നേരിട്ടപ്പോൾ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ ആരാണ്? ചിന്തനീയ വിഷയം. എബ്രായ ലേഖനം അത് എഴുതുമ്പോൾ വളരെ ശക്തമായി നമുക്കവിടെ പറയാൻ കഴിയും. ആരാ അത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തില് ഏത് ന്യൂസ് കേട്ടാലും നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിച്ച് മടുത്തു പോകുന്ന ഒരു അനുഭവത്തിലൂടെ വേദനകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് എന്താകും? ക്ഷീണിച്ച് മടുക്കുവാൻ ഇടയായിത്തീരും. അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഇന്ന് ദൈവസഭ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഏറ്റവും വലിയ പ്രശ്നം അനേക സ്ഥലങ്ങളിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്നൊക്കെ വിട്ടുപോയി വേറൊരു അനുഭവത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അനേകരുടെ ജീവിതത്തിൽ മനസ്സ് ക്ഷീണിച്ചിട്ട് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം. എല്ലാവരും വല്ലാത്തൊരനുഭവത്തിൽ. നമുക്കറിയാം, എല്ലാ സഭകളിൽ നിന്ന് ആരാധനകൾ നടക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എങ്കിലും എന്തോ ഒന്ന് മിസ് ചെയ്യുക.
എല്ലാവരും മറ്റു പല ചിന്തകളിലുമാണ്. നമുക്കറിയാം, ഇന്ന് കേൾക്കാൻ എല്ലാ വചനത്തിന്റെ എല്ലാ സോഴ്സുകളും ഇന്ന് ലോകത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്തോ ഒന്ന് മിസ്സാകുകയാണ്. മാനസികമായി എല്ലാവരും തകരുന്നു, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇതെല്ലാം. പക്ഷെ ഇതിനെല്ലാം ഒരു മറുപടി ഉണ്ട്. അറിയാമോ പ്രിയ ദൈവമക്കളെ? അതിനെല്ലാം മറുപടി നമ്മുടെ ഈ വചനത്തിലാണുള്ളത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കർത്താവിനെ ധ്യാനിക്കണം. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. പക്ഷെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? മനസ്സ് മുഴുവൻ മടുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. വല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം അല്ലേ? മനസ്സ് മുഴുവൻ തളർന്ന് പല നിരാശകളിലും പെട്ടുപോകും. നമുക്കറിയാം, യേശുവിന്റെ കൂടെ നടന്നവർ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടും കൂടെ നടന്നിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും ക്ഷീണിച്ചു പോയവരും, ശരിയല്ലേ? കർത്താവിനെ നേരിട്ട് കണ്ടവരുണ്ട്, കൂടെ നടന്നവരുണ്ട്, അത്ഭുതങ്ങൾ അനവധി കണ്ടവരുണ്ട്, യേശുവിനോട് തൊട്ടുരുമി നടന്നവരുണ്ട്. അവരൊക്കെ ക്ഷീണിച്ചു പോയ ചരിത്രം നമ്മൾ ഈ വചനത്തിൽ വായിക്കും. അങ്ങനെയെങ്കിൽ എവിടെയാണ് പ്രശ്നം? അതാണ് ഇന്നത്തെ ചിന്തനീയമായ വിഷയം. ഹല്ലേലൂയ. എവിടെയാണ് നമ്മുടെ പ്രശ്നം? നാം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ നാം വിശ്വാസത്തോടെ ഈ കാലഘട്ടത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ എവിടെയാണ്? ഞാൻ ഒരിക്കലും കർത്താവോട് പറഞ്ഞു, കർത്താവേ, എവിടെയാണ് പ്രശ്നം കർത്താവ്? ഒത്തിരി ക്രൂസൈഡ് മീറ്റിങ്ങുകളുണ്ട്, മീറ്റിങ്ങുകൾക്കൊന്നും പഞ്ഞമില്ല, ഇഷ്ടം പോലെ മീറ്റിങ്ങുകളാണ് അല്ലെ? പക്ഷെ കർത്താവേ, എന്തുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്നില്ല? കർത്താവ് ആഗ്രഹിക്കുന്നതിൽ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇന്ന് ഒരു സഹോദരി പ്രാർത്ഥിച്ച പോലെ പറയുകയാണ്, ഇന്ന് അന്യഭാഷയുണ്ട്, വചനമുണ്ട്, വചനധ്യാനങ്ങൾ, എല്ലാ വലിയ വലിയ ക്രൂസൈഡ് മീറ്റിങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ എന്താണ് കർത്താവ്? വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സമാധാനമില്ലല്ലോ, സന്തോഷമില്ലല്ലോ. എന്താ കർത്താവെ കാരണം? only one reason. അതാണ് ഞാൻ ഇന്ന് വായിച്ച ആദ്യത്തെ കുറിവാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിന്റെ വചനം വീണ്ടും വണ്ണം വെളിച്ചത്തോടുകൂടി ധ്യാനിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് അവിടെ പറഞ്ഞപ്പോ ക്ഷീണിച്ചു മടുക്കാനുള്ള ഒരു കാരണം കർത്താവിനെ ധ്യാനിക്കുന്നില്ല എന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവിനെ ധ്യാനിക്കുന്നില്ല. ആ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന് പറഞ്ഞ പോലെ ധ്യാനത്തിങ്കൽ ആ വെളിച്ചത്തിലേക്ക്, ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് നാം എത്തുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്നറിയാമോ? നാം മനുഷ്യരാണ്, നാം ഭയന്നു പോകും, നാം തകർന്നു പോകും, തളർന്നു പോകും, എല്ലാം ശരിയാ. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നാം ഇരിക്കുവാനും അവന്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുവാനും സമയം. നമുക്കറിയാം, ഇന്ന് ശുശ്രൂഷകൾ, ഇന്ന് അനവധി മീറ്റിങ്ങുകളും വലിയ വലിയ തിരക്കുകളുമാണ്. എല്ലാവർക്കും തിരക്കുകളാണ്. പക്ഷെ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുവാൻ സമയമില്ല. പേഴ്സണലായിട്ട് കർത്താവുമാന്റെ സന്നിധിയിൽ ഇരിപ്പാനായിട്ട് നേരമില്ല. കാരണം എന്താ പറയുക, എല്ലാവരും തിരക്കുകളുടെ ഓട്ടത്തിലാണ്. പക്ഷെ കർത്താവ് അങ്ങനെയായിരുന്നു. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമുക്ക് കാരണം ഇനിയും നാം ചിന്തിക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്നോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കേണ്ടത്, കർത്താവേ, നാം എത്ര നേരം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുന്നുണ്ട്? പേഴ്സണലായിട്ട് ഇരിക്കുന്നുണ്ട്? ഒറ്റയ്ക്കിരുന്ന് ദൈവമായിട്ട് ധ്യാനിക്കുന്നുണ്ടോ? ധ്യാനിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്തായിത്തീരും? ക്ഷീണിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നാം നിരന്തരം ധ്യാനിപ്പാനിടയാണ്. ഹല്ലേലൂയ. ആരും നിരാശപ്പെട്ടു പോകരുത്. ഇവിടെ ഇന്ന് എന്നെ കേൾക്കുന്ന, ഇന്ന് ഈ വചനം യാദൃശികമായി പറയുകയല്ല. നാം ക്ഷീണിച്ചു പോകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നാം ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഹല്ലേലൂയ. എത്ര വലിയ വചനമാണ്! വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മൾ ട്യൂൺഡല്ല, അതായത് ട്യൂൺ ചെയ്തു. കാരണം നമ്മൾ അതിലല്ല, മറ്റു പല ചിന്തകളിലെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ ആദ്യം പാടിയ പാട്ടില് ഒരു വരികളുണ്ട്, ഞാൻ അന്നോട് പറയാം. ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ. അതിങ്ങനെ പാട്ട്. ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഉയരത്തിൽ ഒളിഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ
ഉയരത്തിൽ ഉലഞ്ഞിടും തരിക്കൾ ഒളിക്കുമ്പോൾ. ആരെ കുറിച്ചാ പറയുന്നത് അറിയാമോ പ്രീതി മക്കളെ? പറയാം, ആർക്കെങ്കിലും ഒരാൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? ആരെ കുറിച്ചാണ് ആ പാട്ട് പാടിയപ്പോൾ എഴുതിയത്? ഉയരത്തിൽ ഉലഞ്ഞിടും തരിക്കളിൽ ഒളിച്ചിടും ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. പെട്ടെന്ന് ആ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ ഞാൻ പറയാം, തരൂ എന്ന് പറഞ്ഞാൽ മരം. മരത്തിൽ ഒളിച്ചതാരാ പറയാമോ? സക്കായി. സക്കായിയാണ് ആ മരത്തിൽ ഒളിച്ചത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തിനാണെന്നറിയാമോ? അവൻ തീവ്രമായി ആഗ്രഹിച്ച് കർത്താവിനെ ഒന്ന് കാണണമെന്ന്. നോക്കിക്കേ, ചുങ്കക്കാരനെന്ന് തള്ളിയ, പാപി എന്ന് തള്ളിയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ജനിക്കുക, യേശു എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് അറിയണം. യേശു എങ്ങനെ ഇരിക്കുന്നു, അതിതീവ്രമായ ആഗ്രഹം കേട്ടോ, ചെറിയ ആഗ്രഹമല്ല സക്കായിക്ക് ഉണ്ടായത്. സക്കായി എന്താ ചെയ്തെന്ന് അറിയാമോ? സക്കായി ഇളത്തിൽ കുറിയവനായതുകൊണ്ട്, ഉള്ളനായതുകൊണ്ട് എന്ത് ചെയ്തു? കാട്ടത്തി മരത്തിന്മേൽ കയറി ആ ഇലകളിൽ മേൽ ഒളിക്കുക, കർത്താവിനെ നോക്കുന്നത്. ആ ഒളിഞ്ഞിരുന്ന് നോക്കുന്നത് കർത്താവ് കണ്ടതല്ല. കർത്താവ് ആ മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കണ്ടു. എന്താ കണ്ടത്? കർത്താവ് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം. നിങ്ങൾ നോക്കിക്കേ, കർത്താവിന്റെ കൂടെ അനേകമായിരം ആൾക്കാര് മുട്ടി ഉരുമി നടപ്പുണ്ട്, ചേർന്ന് നടപ്പുണ്ട്, ശിഷ്യന്മാർ നടപ്പുണ്ട്. പക്ഷെ ഇത്രയും തീവ്രമായ ഒരാൾ എന്നെ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മേളിലോട്ട് നോക്കുക. സക്കായി, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരികയാണ്. ആ ഭവനം രക്ഷ പ്രാപിക്കുക. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്നറിയാമോ? ചിന്തിച്ചു നോക്കി, അവൻ തീവ്രമായി ആഗ്രഹിക്കുക. ഇന്ന് എത്ര പേർ, ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം നാം എത്രത്തോളം കർത്താവിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണിത്. കാരണം ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അല്ലെങ്കിൽ എല്ലാം ഞാൻ ഇതൊക്കെ ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ ഞാൻ തൃപ്തിപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എത്ര നേരം എന്റെ കൂടെ ഇരിക്കും? നീ എന്നെ എത്രയധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്? ദൈവം നമുക്കെല്ലാം കരുതാൻ ശക്തനാ പ്രിയ ദൈവമക്കളെ, എല്ലാം കരുതാൻ ശക്തനാ. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം അതെല്ലാം കരുതാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് അതിന് വിടുതൽ തന്നെയാണ്. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, കർത്താവിനെ എത്രയധികം നാം സ്നേഹിക്കുന്നുണ്ട്? കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ? നാം സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 100% ആഗ്രഹിക്കുന്നു. 100%. കർത്താവ് എങ്ങനെയാണെന്നറിയാമോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കും. കർത്താവിന്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലപ്പുറം വേറെ ഒന്നും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിന്റെ ഹൃദയം. ഇവിടെ നോക്കിക്കേ, സക്കായി അതിതീവ്രമായി ആഗ്രഹിക്കുക. സക്കായിയുടെ വീടിന് രക്ഷ വന്നിരിക്കുക, ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ നോക്കിക്കേ, ഒരു ചുങ്കക്കാരനെ തേടി, ഒരു പാപിയെ തേടി, എല്ലാവരും വിധിച്ച് അവൻ ചുങ്കക്കാരനെന്നും പാപിയെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും ക്രൂരനായ മനുഷ്യനാണെന്നും ഒക്കെ ആ നാട്ടിലുള്ളവരൊക്കെ വിധിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്തെന്നറിയാമോ? ഈ ചുങ്കക്കാരനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായി എന്നുള്ളതാ. എന്താഗ്രഹമാ? ക്രിസ്തുവിനെ ഒന്ന് കാണണം, അവൻ എങ്ങനെയുള്ളവനെന്ന് അറിയണം. വലിയ തീവ്രം. ഈ ആഗ്രഹം ഇന്ന് സമൂഹത്തിൽ ജനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നു. ഞാൻ പലപ്പോഴും എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ മന്ദമായി കർത്താവിനോട് ചോദിച്ചു, എന്റെ പേര് എബി, നീ എന്നെ എത്രത്തോളം ആഗ്രഹിക്കുന്നു? നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നടത്തി ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നീ എന്നെ എത്രത്തോളം ആഗ്രഹിക്കും? പ്രിയ ദൈവമക്കൾ, നാം ഓരോരുത്തരോടും നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കണം, കർത്താവ്, ഞാൻ എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്? ആ ഒരു തീവ്രമായ സ്നേഹത്തിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുന്നതിന്റെ പ്രധാന കാരണം നാം കർത്താവിനെ ധ്യാനിക്കുന്നില്ല, കർത്താവിന്റെ അടുക്കലിരിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിൽ ക്ഷീണിച്ചു പോയ ഒരു കൂട്ടരുണ്ട്, കൂടെ നടന്നവർ. ശിഷ്യന്മാർ ക്ഷീണിച്ചു പോയി, അല്ലെ? അനേകർ ക്ഷീണിച്ചു പോയി. നമുക്കൊരു വാക്യം വായിക്കാമോ? പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 24 ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 24. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്നു 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും
ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വായിച്ചോട്ടെ, അടുത്ത വായിച്ചോട്ടെ. സംസാരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ മാടി മുഖത്തോടെ നിന്നു. മതി അത്ര. അവിടെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്ന് തന്നെ അവരിൽ രണ്ടുപേരെ, എന്ന് തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, എന്ന് തന്നെ യേശുവിന് മരിച്ച് 3-ാം ദിവസമായി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ഉള്ള ആ ഒരു പ്രോപ്പർ ടൈം, ആ മൊമെന്റ് ആണ്. ആ സമയം എന്ത് ചെയ്യാണ്? അന്നു തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ശരിക്കും ഇവർ പോകുന്നത് എന്താണെന്നറിയാമോ? പേടിച്ചു പോവാം, വളരെ വേദനയോടെ, നിരാശയോടെ. അവിടെ എഴുതിയിരിക്കുക, വാടിയ മുഖത്തോടാ പോവാം. നോക്കിക്കേ, ഈ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്നതാ, മനുഷ്യരല്ലേ. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ആ സ്ഥാനത്തായിരുന്നില്ല, എപ്പോഴേ ആ സ്ഥലത്തെ കാണത്തില്ല, അതിനേക്കാൾ അപ്പുറമല്ല. ശിഷ്യന്മാർ പിന്നെ പതുക്കെയാണ് പോയതെങ്കിലും പറയാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ശിഷ്യന്മാർ ചെയ്യുകയാണ്, അവിടെ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കും. എന്തിനാ തർക്കിച്ചത്? എന്താ സംസാരിച്ചത്? സത്യം പറഞ്ഞാൽ അവരാകെ വല്ലാത്തൊരു പരുവത്തില. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, വലിയ വലിയ അത്ഭുതങ്ങൾ നടത്തി, 5,5000 പേരെ കൊണ്ട് പോഷിപ്പിച്ചു, വലിയ വലിയ കാര്യങ്ങൾ, അനേകരെ ഉയർപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വലിയ വലിയ പ്രവർത്തനങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ നടന്ന യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ്. പക്ഷെ അവിടെ ഉള്ളിൽ ഒരു നിരാശയും വേദനയും ഭയവും കടന്നുകൂടി. ആ 16-ാം വാക്യം ഞാൻ വായിക്കാം. ആ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണു നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ. കണ്ടോ, ആദ്യം സംഭവിച്ചത് അവരുടെ മുഖം വാടി. എന്നിട്ട് ഒരാൾ പറയുകയാണ്, ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന്. നീ വളരെ ശ്രദ്ധയോടെ നിൽക്കണേ, ആ വചനം ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടോണേ. ഇനിയാണ് അവരുടെ നിരാശ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. അവരുടെ നിരാശയുടെ ആഴങ്ങൾ. ആദ്യം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വാക്കില്, പ്രവൃത്തിയില്, ശക്തിയുള്ള പ്രവാചകൻ, നസ്രയനായ യേശു, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. എത്ര നിരാശാജനകമായ കാര്യം! മരണവിധിക്ക് അവർ പറയുന്നത് എന്താ അറിയോ? വിധിയാണ്. അവൻ ആ മരണവിധിക്ക് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. അവൻ മരിച്ചു. അവിടെ വരെ അവരുടെ ഹൃദയം എന്ത് ചെയ്തുള്ളൂ? നോക്കിക്ക, ആ ചിന്തകൾ കൊണ്ട് അവർ തകർന്നിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? തൊട്ടു താഴെ അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. 21-ാം വാക്യത്തിൽ അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അതുമല്ല, അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാണ്. കണ്ടോ, അവരുദ്ദേശിച്ച തലങ്ങളിലൊന്നും കാര്യങ്ങൾ എത്താതിരിക്കുകയും, രണ്ടാമത് എന്താ അവർ പറയുന്നത്? അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ ക്രൂശിച്ചു. വളരെ നിരാശാജനകമായിട്ടുള്ള ആ, സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥ, അന്നത്തെ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയം ഓർത്താനുണ്ടല്ലോ, നാം ആണെങ്കിൽ തകർന്ന് ധരിപ്പണമായി. കാരണം അറിയാമോ, ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നമുക്കറിയാം ഒരാളുടെ വിയോഗം എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖമാണ്. നമുക്ക് തകർന്ന് ധരിപ്പണമായി എല്ലാ നിരാശ കൊണ്ടും വേദനകൾ കൊണ്ടും നിൽക്കുന്ന ഒരു കൂട്ടൻ. നോക്കുകയും ശിഷ്യന്മാർ അങ്ങനെ നിൽക്കുക. പക്ഷെ ആരാ കൂടെ നടക്കുന്നത്? യേശുക്രിസ്തു. അവർ തിരിച്ചറിയുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വേദനകളുടെയും പ്രയാസങ്ങളുടെയും മധ്യയിലായിരിക്കുമ്പോൾ, ദൈവത്തെ നാം തള്ളിപ്പറയുമ്പോഴും, നാം നിരാശയുടെ നടുവിലായിരിക്കുമ്പോഴും കർത്താവ് നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഇങ്ങനെ പറയുന്നത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ സങ്കേതവും എന്റെ ആശ്രയമാകുന്നു, അവൻ എന്റെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എന്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും
അടുത്ത തുണയായിരിക്കുന്നു. പക്ഷെ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുക? അത് കാണാൻ കഴിയാതെ വണ്ണം നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹൃദയമക്കളെ, ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്നിട്ടുണ്ട്. ഏത് വിഷയത്തിലാണോ മനോഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ കണ്ണുനീരോടെ ആയിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് ചെയ്ത കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളുടെ മധ്യയുണ്ട്. ഭാരപ്പെടല്ലേ. കണ്ണുനീരോടായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും വേദനയോടെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരികയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ കൂടെ നടക്കുക. പക്ഷെ ഇവരിവിടെ തിരിച്ചറിയുന്നില്ല. ഇവിടെ താഴോട്ട് നോക്കിക്കേ, 21 വാക്യം, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ള ആശ്ചര്യന്നു, അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, ഇനിയാണ് വളരെ പ്രസക്തമായ വചനം. നോക്കിക്കേ, ആ 25 വാക്യം ഒന്ന് വായിക്കാമോ? 25 വാക്യം ഒന്ന്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മതി മതി. അവൻ എഴുതിയിരിക്കുകയാണ്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കണ്ടോ, ഇവരിവിടെ പറയുകയാണ്, ക്രൂശിൽ അവൻ മരണവിധി കേൾപ്പിച്ചു എന്ന് പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് കർത്താവ് തുടങ്ങുകയാണ്, ഞാൻ മരിക്കുക മാത്രമല്ല, ഞാൻ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റവനാകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്ന കർത്താവ്. പ്രിയ ദൈവമക്കളെ, നാം ഭാരപ്പെട്ടിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ അവനെ അടക്കം ചെയ്ത്, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയവനെ പോലെ കാണുവാനല്ല, അവൻ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ബലപ്പെടുവാനിടയാകട്ടെ. എന്താ ഇവിടെ സംഭവിച്ചത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നാം പലപ്പോഴും മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറയുകയാണ്, ഞാൻ മരിച്ചവനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ആരോ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കുകയാണ്, ഞാൻ മരിച്ചവനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാ, ഇന്നും ജീവിക്കുന്നവനാ. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഭയപ്പെടരുത്, ഭാരപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ആദ്യം മുതൽ ഒരു ലിസ്റ്റ് പറയാം. ഇവർക്ക് സംഭവിച്ചെന്താണെന്നറിയാമോ? വാടിയ മുഖം, നിരാശ, ഭയം, വിധി, ഇനി പിന്നെന്താണ്? ആശിച്ചത് നടക്കാത്ത അവസ്ഥ. ഇത്രയും ഘട്ടങ്ങളിലൂടാണ് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ അനുഭവം, മാനസിക അവസ്ഥയാണ്. അവർ വാടിയ മുഖമുള്ളവരായിത്തീരും. നോക്കിക്കേ, ഇന്ന് നമ്മുടെ ഇടയിലും അങ്ങനെ അല്ലേ? എത്രയോ നമ്മുടെ ഭാരങ്ങൾ അങ്ങനെയാ, നമ്മുടെ പ്രയാസങ്ങൾ അങ്ങനെ എന്ത് ചെയ്യും? വാടിയ മുഖമുണ്ടാക്കും, നിരാശയുണ്ടാക്കും, ഭയമുണ്ടാക്കും, വിധിയെന്ന് നമ്മൾ പറഞ്ഞതിനെ വഴിചാരും. എന്നാൽ എന്നിട്ട് എന്താണ്? ആശിച്ചതൊന്നും നടക്കാത്ത അവസ്ഥ, ആകെ വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് എന്താ സംഭവിക്കുന്നറിയോ? നാം സംശയിക്കുവാനിടയായിത്തീരും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇത്രയും കാര്യങ്ങൾ ചെയ്താലും ഉണ്ടല്ലോ, കർത്താവ് നമ്മുടെ അടുക്കൽ നിന്ന് മാറുന്നില്ല. അത്രത്തോളം സ്നേഹമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി. ഇങ്ങനെ വിരോധം സഹിച്ചവനെ, പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ഒന്ന് ധ്യാനിച്ചാലുണ്ടല്ലോ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയം നിറയപ്പെടുവാനിടയായി. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, വാടിയ മുഖം കാണിക്കരുത്. ക്രിസ്തു നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, നീ എന്റെ അടുക്കലുണ്ട്, ഞാൻ ഭയപ്പെടുന്നില്ല. ഇനി നോക്കിക്കേ, താഴോട്ട് വായിച്ചാട്ടെ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് 27 വാക്യത്തിൽ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ആലോചിക്കുക. നോക്കിക്കേ, മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ ചെയ്യുന്ന എഫോർട്ടുകളുണ്ടോ? ഓരോ കാര്യങ്ങളിൽ വളരെ അതിശയകരമായിരിക്കുന്ന, നമ്മൾ ചിന്തിച്ചാൽ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. കാരണം എന്താ അറിയാമോ? ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? ഉയർത്തെഴുന്നേറ്റവനാ, അവൻ വലിയവനാ. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുക?
ഓരോരുത്തരുടെ അടുക്കൽ വന്ന് ബലപ്പെടുത്തുന്നു. എത്ര വലിയ സ്നേഹമാ പ്രിയ മക്കളെ. നമ്മൾ ആരും ഭാരപ്പെടരുത്. കർത്താവ് എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ? എന്നെ മനസ്സിലാക്കുന്നുണ്ടോ കർത്താവ്? നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് നീ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവെ നീ എന്നെ അറിയുന്നുണ്ടോ? നീ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ വേദനയൊന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ സാഹചര്യം എന്താ കർത്താവ് നീ ഒന്ന് മനസ്സിലാക്കാത്തത്? എന്റെ ചോദ്യങ്ങളാകട്ടോ. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കർത്താവിനോട്, പക്ഷെ ചോദ്യം ചെയ്തേ ഉള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ദാവീദ് ചോദിച്ചില്ലേ? എത്രയോ ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു, അല്ലെ? എങ്കിൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവെ എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ, എന്താ കർത്താവ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത്? എന്താ കർത്താവെ ഞാൻ ആശിച്ച കാര്യങ്ങൾ നടക്കാതെ പോയത്? ദൈവമക്കളെ, നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രികാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തോട് കർത്താവ് യേശു ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നിരാശപ്പെട്ടു പോകരുത്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇമ്മാനുവേലായി നിങ്ങളുടെ കൂടെയുണ്ട്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും, ഒരു വചനത്തിൽ പറയുന്നു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുന്നില്ല, അവൻ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതാ നമ്മുടെ പ്രാഗൽഭ്യം. ഹാലൽ ഇവിടെ നോക്കിക്കേ, ശിഷ്യന്മാരാകെ ക്ഷീണിച്ച് തകർന്ന് തളർന്നിരിക്കുക. അങ്ങോട്ട് വായിച്ചു നോക്കിക്കുക. എന്നിട്ട് കർത്താവ് അടുത്ത് ചെന്ന് എന്ത് ചെയ്യുക? വചനം പറഞ്ഞവരെ ബലപ്പെടുത്തുക. ഇനി വേറൊരാളെ നോക്കിക്കേ. കർത്താവ് പോയ വേറൊരു വ്യക്തി എടുത്തു പോയി. ആരാന്നറിയാമോ? പത്രോസ്. നമുക്ക് എല്ലാവർക്കും അറിയാമോ പത്രോസ്? മീൻ പിടിക്കാനായിട്ട് കടന്നു. ക്ഷീണിച്ച് ഒരു മീൻ പോലും കിട്ടാതെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, നീ വലയിറക്കാൻ പറയുന്നു, വല നിറയെ മീൻ ലഭിക്കുന്നു, അത് കരയിൽ വലിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച്, ആ കരുതലിന്റെ കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. കർത്താവ് എന്താ ചെയ്തെന്നറിയാം? വിശന്ന് വരുന്ന പത്രോസിനെ നേരത്തെ കർത്താവിനറിയാം, അവൻ വിശന്നാ വരുന്നത്, അവൻ വേദനയോടെയാ വരുന്നത്, അവൻ ക്ഷീണിച്ചാ വരുന്നത്. നോക്കിക്കേ, എന്താ കർത്താവ് ചെയ്തത് എന്താ? കനലിൽ മുമ്പിൽ ചുട്ടാടയും മീനും ഒക്കെ എല്ലാം തയ്യാറാക്കി. നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന മീനും കൂടെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അതുകൂടെ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കർത്താവ് തന്നെ സെർവ് ചെയ്യുക. എനിക്ക് അതിശയം, ദൈവമേ, കർത്താവിന്റെ സ്നേഹം ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്നേഹം തരാൻ കഴിയുമോ? ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? നോക്കിക്കേ, ശിഷ്യന്മാർ കൂടെ നടന്നതാ. ശിഷ്യന്മാർ ഈ ശിഷ്യൻ തള്ളിപ്പറഞ്ഞതാ. പക്ഷെ തള്ളിപ്പറഞ്ഞതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഓർക്കാതെ, ഒരു കാര്യവും ഓർക്കാതെ ആ സ്നേഹം നമ്മുടെ കൂടെ വരിക. ഓ യേശുവേ, ഞാൻ എന്റെ മേല് വരുത്തും. ഞാൻ വായിക്കുമ്പോ കർത്താവ് എന്ത് യോഗ്യതയാ കർത്താവേ എനിക്കുള്ളത്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് നീ എന്നെ തേടി വന്ന് രക്ഷിപ്പാൻ എനിക്ക് എന്ത് യോഗ്യതയാ കർത്താവേ ഉള്ളത്? എന്നെ സ്നേഹിപ്പാൻ എന്ത് യോഗ്യതയാ കർത്താവേ എനിക്കുള്ളത്? ഒരു യോഗ്യതയുമില്ലല്ലോ. പാപത്തിന്റെ ചെളിക്കുഴിയിലായിരുന്ന ഞാൻ എന്റെ സാക്ഷ്യം നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്റെ സാക്ഷ്യം കൂടെ പറയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിന്റെ ചെളിയിലായിരുന്നപ്പോൾ എന്റെ കർത്താവ് എന്റെ കരത്തിൽ പിടിച്ചെന്നെ ഞാൻ നിരാശപ്പെട്ടിരുന്നപ്പോൾ, വേദനപ്പെട്ടിരുന്നപ്പോൾ, വാടിയ മുഖത്തോടായിരുന്നപ്പോൾ, എല്ലാം നശിച്ചു, എന്റെ പാദത്തിന്റെ താഴെയുള്ള മണ്ണുപോലും ചോർന്നുപോയി എന്ന് വിചാരിച്ച നിമിഷങ്ങളിൽ കർത്താവ് എന്റെ കരങ്ങളിൽ പിടിച്ചെന്നെ നടത്തിവിടുകയുണ്ട്. അതെന്റെ എന്റെ സാക്ഷ്യമാണ്. ഞാൻ എന്റെ അനുഭവങ്ങൾ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. പാപത്തിൽപ്പെട്ട് ലോകത്തിന്റെ എല്ലാ ചെളികളിലേക്ക് പോകുവാൻ എന്റെ പിശാച് എന്നെ പിടിച്ചുകൊണ്ട് പോയ സ്ഥാനത്ത് കർത്താവിന്റെ കരുണ എന്റെ പുറകെ വന്നു. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കും. എത്ര വലിയ സ്നേഹമാണ്! നമ്മൾ തേടിപ്പോയതല്ല, കർത്താവ് നമ്മളെ തേടി വന്ന സ്നേഹമാണ്. പാട്ടുകാരൻ ഇപ്പൊ ഒരു പാട്ട് പാടും. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, തേടിപ്പോയതല്ല എന്നെ തേടി തേടി വന്നു, കൂട്ടം തെറ്റിയൊരജമ്പൂ ഞാൻ മുള്ളുകൾക്കിടയിൽ പാർത്തു, കുറവൊന്നും ഓർക്കാതെ എന്നെ കയറ്റി, മുള്ളാലേറ്റ മുറിവുകൾ അവൻ കഴുകി, കുറവൊന്നും ഓർക്കാതെ എന്നെ കയറ്റി, മുള്ളാലേറ്റ മുറിവുകൾ അവൻ കഴുകി. യേശു എന്നുള്ളത്തിൽ എന്തൊരു മാറ്റം നൽകി, ഹൃദയത്തിനന്ധത നീക്കി കാഴ്ച നൽകി. ഇനി ജീവിക്കും ഞാൻ എനിക്കായല്ല, ഇനി ഓടിടും ഞാൻ എനിക്കായല്ല, ഇനി ജീവിക്കും ഞാൻ എനിക്കായല്ല, ഇനി ഓടിടും ഞാൻ എനിക്കായല്ല, എനിക്കായി ഒരുവൻ മരിച്ചതിനാ ജീവിക്കും ഞാൻ അവനായി. കർത്താവേ,
ഹല്ലേലൂയ. അല്ല, ബേസിക്കലി ഞാനൊരു മെയിൽ നേഴ്സാണ്. ഞാൻ ദുബായിൽ ഏകദേശം 7 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ജോലിയുടെ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കർത്താവ് എന്നെ അവിടെ നിന്ന് വീണ്ടും എന്നെ വേർതിരിച്ചു, സുവിശേഷ വേലയ്ക്കായി വേർതിരിച്ചു. അപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു കാര്യം അറിയാമോ? ഏറ്റവും ചെറിയ ജോലിയായിരുന്ന ഏതാ? എന്റെ ജോലി മെയിൽ നേഴ്സ് ആയിക്കോട്ടെ. അത് ഞാൻ ചിലർ പറയാറുണ്ട്, ഞാൻ അമേരിക്കയിൽ വലിയ ജോലി വിട്ടിട്ടാണ് ഞാൻ ഈ ചെറിയ ജോലി, സുവിശേഷ വേലയിലെ എന്ന ചെറിയ ജോലി ചെയ്യാൻ വന്നു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്തെന്നറിയാമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? ഏറ്റവും ചെറിയ ജോലി വിട്ടിട്ട് വലിയ ജോലിയായ സുവിശേഷ വേലയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നമ്മളെ പിന്തുടരുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് വരുന്നുണ്ട്, നിങ്ങളുടെ അടുക്കൽ ഇരിപ്പുണ്ട്. ഒന്ന് ചെവി ചായച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കതിന് സമയം കണ്ടെത്താത്തത് കൊണ്ടാ. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്നിരുന്നേ, ദൈവം നിങ്ങളോട് സംസാരിക്കുകയായിട്ട് ഭാരപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബാംഗ്ലൂരിൽ ജീവിച്ചിരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ വന്നു. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, വലിയ വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയി. പട്ടിണി കിടക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് തീർന്നു എന്റെ ജീവിതം, എല്ലാം കൊണ്ടും തീർന്നെന്ന്. പക്ഷെ അവിടെയൊക്കെ അത്ഭുതകരമായി കർത്താവിന്റെ നടത്തുന്ന വിധങ്ങൾ ഓർത്താണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ചിന്തയ്ക്കും അപ്പുറമാണ്. അത്ര വലിയ പ്രവൃത്തികൾ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഒരു അനുഭവം പറഞ്ഞുകൊള്ളട്ടെ. 7 ദിവസം ഞാൻ പഠിക്കുന്ന സമയമാണ്, ഞാൻ നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് 7 ദിവസം നാട്ടിലൊരു പോസ്റ്റൽ സമരമൊക്കെ വന്നിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പൈസ വരാനൊക്കെ താമസിച്ചു. 7 ദിവസം എനിക്ക് ഒരു ആഹാരവും ഇല്ലാതെ എന്റെ റൂമിൽ കഴിയേണ്ടതായിട്ട് വന്നു. എനിക്കൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. ഒരു പരിചയമില്ലാത്ത ദേശത്ത് വളരെ വേദനയോടുകൂടി, ഞാൻ വളരെ പ്രയാസത്തോടു കൂടി ഇരുന്ന ഒരു സമയത്ത് 7 ദിവസം ആഹാരം കഴിക്കാതെ, ഒന്നാമത് എക്സാം ടൈമും കൂടെ ആയിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും, അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലെങ്കിലും കോളേജിൽ പോകും. പരീക്ഷയൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ കഴിക്കാൻ ആഹാരമൊന്നുമില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കും, കാരണം വിശ്വാസത്തിലൊക്കെ വന്നു, രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിലൊക്കെ വന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങളാ. പ്രിയമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് ഇതിനകത്തുണ്ടെങ്കിൽ ഇത് ശ്രദ്ധയോടെ കേൾക്കണമേ. എന്റെ ജീവിതത്തില് ഞാൻ വിചാരിച്ചു, കർത്താവ് രക്ഷിക്കപ്പെട്ടു സ്ഥാനപ്പെട്ടു ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവ് എല്ലാം നടത്തിക്കൊള്ളും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ എന്റെ ഹൃദയത്തിൽ അന്നത്തെ തോന്നല, എന്താ കർത്താവ് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നീ പ്രവർത്തിക്കാത്തത് എന്നൊക്കെ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 7 ദിവസം, 7ാമത്തെ ദിവസം ഞാൻ കാരണം രാത്രിയിലുള്ള പഠിത്തം, രാവിലെയുള്ള യാത്ര, കോളേജിലേക്കുള്ള യാത്ര, ഞാൻ വളരെ ക്ഷീണിതനായി. ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കിനി എക്സാം എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, എന്തുവാന്ന് അറിയില്ല. കുറച്ചൊക്കെ പിടിച്ചു തന്നു, പച്ചവെള്ളമൊക്കെ കുടിച്ച് കുറച്ചൊക്കെ പിടിച്ചു തന്നു, എന്തുവാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദിവസം, ഞാൻ എക്സാം ഒന്നും എഴുതാൻ പോകുന്നില്ല, എന്റെ തലയിലൊന്നും നിൽക്കുന്നു, എനിക്ക് ആകെ വല്ലാത്ത വിശപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പം എന്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, കർത്താവേ നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമല്ലോ കർത്താവ്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരനായ ബിജു എന്നാണ് എന്റെ കൂട്ടുകാരന്റെ പേര്, ബിജുവോട് പറഞ്ഞു, സഹോദര, ഞാൻ സഹോദര എന്നാണ് വിളിക്കുന്നത്, സഹോദര നമുക്ക് പ്രാർത്ഥിക്കാൻ സഹോദര, കർത്താവ് എന്തെങ്കിലും ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, ദൈവം ശക്തനാണ്, ദൈവം എന്തെങ്കിലും ചെയ്യും. അപ്പൊ എന്റെ വിശപ്പിന്റെ വിളി കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അറിയാവുന്ന ഒരു പാട്ടില്ലേ, എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുവാൻ. അതിനകത്തൊരു വരിയുണ്ട്, അപ്പവും ഇറച്ചിയുവ കരത്തിൽ തരും, ജീവ ഉറവയും തോടെനിക്ക് ദാഹം തീർത്തിടും. അങ്ങനെ ഒരു വരിയുണ്ട്, അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയും തോടെനിക്കും ദാഹം തീർത്തിടും, എനിക്കായി കരുതാമൻ ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. ഞങ്ങൾ ഇത് പാടി, വിശപ്പുണ്ടായിരുന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ശക്തമായിട്ട് പാടിയപ്പം ഈ അപ്പവും ഇറച്ചിയുവ കരത്തിൽ തരും മാത്രം ഞാൻ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പാടി. കാരണം എന്താണെന്നറിയാമോ, വിശപ്പ് അതുപോലെ ഉണ്ട്. കർത്താവ് നീ തരുന്നെങ്കിൽ തരണമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ്, ഞാനും ആ സഹോദരനും കൂടെ കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത്, കർണാടക അതായത് ബാംഗ്ലൂര്, പരിചയമില്ലാത്ത സ്ഥലത്ത്, എനിക്ക് പരിചയമുള്ളവരൊക്കെ വളരെ കുറവാണ്. കർത്താവ് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകയിലൊരു മുട്ട്, ഒരു 8-8:30-9 മണിയായി കാണും ആ ടെസ്റ്റ് ടൈം. കഥകയിലൊരു മുട്ട്, കഥക് തുറന്നു നോക്കുമ്പോൾ ഒരു അച്ചായൻ
അച്ചായൻ വന്നിട്ട് പറഞ്ഞു, സൗരന്മാരെ എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം എന്റെ ചർച്ചിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന ചർച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു, കാരണം അറിയാം അച്ചായൻ, ഞങ്ങൾ കണ്ട പോലെ ഓർക്കുന്നു. അച്ചായന്റെ പേര് ഡയസൺ അല്ലേ? അപ്പൊ അച്ചായൻ പറയാതെ, അതെ ഡയസ് അച്ചായൻ, ഡയസൺ എന്നാണ് അച്ചായന്റെ പേര്. ആ അച്ചായൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ വന്നത്, ഞാനൊരു കാറ്ററിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ അടുത്ത് ഒരു 70 പേർക്ക് ഒരു ചെറിയ ഫംഗ്ഷൻ, 70 പേർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആകെ 30 പേരെ വന്നുള്ളൂ. ബാക്കിയുള്ള ഫുഡ് എല്ലാം അധികമാണ്. അത് നിങ്ങൾക്ക് തരാനായിട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് പുള്ളി പറയുക, നിങ്ങൾ വേണ്ടാന്ന് പറയരുത്. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നും ഒരു ബേസൺ നിറച്ച് അപ്പവും ഇറച്ചിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പായയുടെ മുകളിൽ കൊണ്ടുവച്ചു. ഒരു ദൈവമക്കളെ ഒന്ന് പറ, ചെല്ലു പറയാറില്ല, നിങ്ങളുടെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങള് കുറച്ചു നേരം അവിടെ നോക്കിയിരുന്നു, ആ അപ്പത്തെയും ഇറച്ചിയെയും നോക്കി കുറെ നേരം ഞാനും എന്റെ സഹോദരനോട് നോക്കിയിരുന്നു. ദൈവം ഞങ്ങളുടെ ഒരു പരിചയമില്ലാത്ത ഒരു സഹോദരനെ കർത്താവോട് ഒരുക്കി. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുമാർ അനവധി അനുഭവങ്ങൾ ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളിൽ നടന്നു. ഒരു കൂട്ടം പട്ടികൾ എന്റെ നേരെ, കുറെ പട്ടികൾ, നമ്മുടെ തെരുവ് നായ്ക്കൾ എന്റെ നേരെ ചീറി വന്നപ്പോൾ ഞാൻ കരുതി എന്റെ ജീവിതം അവസാനിച്ചു. ഞാൻ ഒരു അതിരാവിലെ ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്റെ പഠിക്കുന്ന അതായത് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൂട്ടം പട്ടികൾ എന്റെ നേരെ ചീറി വരികയാണ്. കർത്താവെ, തീർന്നു വിചാരിച്ചു. കാരണം അവിടെ തെരുവുനായ്ക്കൾ കടിച്ചു കീറുന്ന സംഭവങ്ങൾ നിരന്തരമാണ്. അവിടെ ആരുമില്ല, വീടുകളെല്ലാം അടഞ്ഞു കിടക്കുക, എല്ലാവരും നല്ല ഉറക്കത്തില്ല. രാവിലെ കാലം, അതിരാവിലെയാണ്, ഇരുട്ടുള്ള സമയമാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൂട്ടം പട്ടി, ഒരു 10-40 പട്ടിയുണ്ട് എന്റെ നേരെ ചീറി വരിക. എന്റെ കയ്യിലാണെങ്കിൽ അച്ചാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു കൂട്ടം പട്ടികൾ എന്റെ നേരെ ചീറി വരിക. ഞാൻ കണ്ണടച്ച് കർത്താവേ എന്ന് വിളിച്ചു, പേടിച്ചു, ശരിക്കും പേടിച്ച് നിൽക്കുക. നിങ്ങൾക്ക് അറിയണോ അവിടെ നടന്ന സംഭവം? ആ പട്ടികൾ മുഴുവൻ എന്റെ ചുറ്റും വന്ന് കിടക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. എന്നെ ഒന്ന് കടിക്കുവാനോ ഒന്നുമില്ല, അത് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി. അത് അത്രയും പട്ടികൾ അവിടെ കിടന്നു. എന്താ സംഭവിച്ചത്? പുറം ഉഴവുചാല് പോലെ ആയെന്നാ പറഞ്ഞത്. അന്നേരവും നമ്മുടെ പേര് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി. എബി എന്ന പേര് എന്റെ കാൽവരി ക്രൂശിൽ അടികൊള്ളുമ്പോഴും എബി എന്ന പേര് കർത്താവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ കാണാതെ പോകല്ലേ, നിങ്ങളുടെ ഹൃദയം ഈ സ്നേഹത്തെ കാണാതെ പോകല്ലേ, പ്രിയ മക്കളെ. ആരെങ്കിലും മനസ്സിന്ന് രാത്രികാലം ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ മടങ്ങിവാ, ക്രിസ്തുവിലേക്ക് മടങ്ങിവാ. ഹല്ലേലൂയ. ക്രിസ്തുവിലേക്ക് മടങ്ങിവാ, യേശു ക്രിസ്തുവിലേക്ക് മടങ്ങിവാ. കർത്താവിന്റെ വചനം പറയുന്നു, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ലോകത്ത് ആർക്കും ആശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവന്റെ സമാധാനം ലോകത്തിന്റെ സമാധാനത്തെക്കാൾ വലുതാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, ഇവിടെ ദൈവം വരുമോ എന്നൊന്നും ചിന്തിക്കരുത്. ചെറിയ കൂട്ടമേ, ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കർത്താവ് ഉണ്ട് കേട്ടോ. എന്റെ ഹൃദയം, ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് ആ പ്രസൻസ് അനുഭവിക്കാൻ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞ് കർത്താവ് നമ്മുടെ മധ്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വാക്യം ഒന്നുകൂടെ താഴോട്ട് വായിച്ചാട്ടെ. അത് എഴുതിയിരിക്കുകയാണ്. 32-ാം വാക്യം ഒന്ന് വായിക്കാമോ ഒരാൾ? 32-ാം വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ വചനം ഒന്ന് കേട്ടു നോക്കി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ. ഹല്ലേലൂയ. ആരാ ഈ വചനം പറയുന്നത്? യേശുക്രിസ്തു. അവരുടെ കണ്ണ് നിരോധിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, അത് ക്രിസ്തുവാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ യേശുക്രിസ്തു എന്ത് ചെയ്യാണെന്ന് അറിയാമോ? നോക്കിക്കേ, കാൽവരി ക്രൂശിൽ മരിച്ച് 3 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ത് ചെയ്യാണ്? ഇവരുടെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുക. നോക്കിക്കേ, വേണമെങ്കിൽ കർത്താവിന് അവര് എങ്ങനെയും വിശ്വസിച്ചോട്ടെ എന്ന് കരുതാം, പക്ഷെ അങ്ങനെ കരുതുന്നില്ല. കർത്താവ് അവരുടെ കൂടെ നടക്കുക മാത്രമല്ല തിരുവചനം കൊണ്ട് ബലപ്പെടുക,
ഒരു ദൈവമക്കളെ, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയവും കത്തുവാനിടയായി തീരണം. കാരണം എന്താണെന്നറിയാമോ? ഇത് ദൈവശ്വാസീയമാ, ഇത് ദൈവവചനമാ. വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ കർത്താവേ. കർത്താവേ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ ഹൃദയങ്ങളോടും കർത്താവേ നീ സംസാരിക്കുമാറാകണമേ. അവിടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റുമാറാകണമേ കർത്താവേ. അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കട്ടെ കർത്താവേ. വചനത്തിന്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ ബലപ്പെട്ടുകൊണ്ടിരിക്കട്ടെ കർത്താവേ. അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോകുവാൻ ഇടവരല്ലേ കർത്താവേ. അവരുടെ ഹൃദയങ്ങളെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ, അടുത്ത വചനം വളരെ പ്രസക്തം. 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ എന്ത് ചെയ്യുക? അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോരുക. നോക്കിക്കേ, അതിനു മുമ്പ് കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവർ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം ഈ തിരുവെടുത്തുകളെ തിരിച്ചറിഞ്ഞതെന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുക, നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹല്ലേലൂയ. കർത്താവിനെ ഓരോ ദിവസവും നാം രുചിച്ചറിയണം. നമ്മുടെ അടുക്കലുണ്ട്. ഈ കർത്താവിനെ വിട്ടു പോകരുത്. സംശയത്തോടെ നിൽക്കുക. നമുക്കറിയാം, ദിദിമോസ് എന്ന തോമസിന്റെ അടുക്കലേക്ക് കർത്താവ് പോയി, പത്രോസിന്റെ അടുക്കലേക്ക് കർത്താവ് പോയി. ഒരു കൂട്ടം പന്തിരൂരായി അവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാം, അതിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ ശിഷ്യന്മാരുടെ നടുവിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. ദിദിമോസ് എന്ന തോമസിന്റെ അടുക്കലേക്ക് വരാൻ എന്താണെന്നറിയാമോ? അവൻ സംശയിച്ചു. ഇവിടെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ദൈവമേ, നീ ഞങ്ങൾക്ക് വാസ്തവമായും നീ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ ശക്തനാണ്. ആരെങ്കിലും അങ്ങനെ ഹൃദയത്തിന്റെ ആഴത്തിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, കർത്താവ് അടുക്കൽ വരികയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അത് എഴുതിയിരിക്കുകയാണ്. 37-ാം വാക്യം എഴുതാമോ? ഞാൻ വായിക്കാം. 38-ാം വാക്യം. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? നോക്കിക്കേ, കർത്താവ് കൂടെ നടന്നവരെ ബലപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താ സംശയം? നിങ്ങളുടെ ഹൃദയം എന്താ കലങ്ങുന്നത്? ഞാൻ ആ കർത്താവിന്റെ സ്നേഹം ആലോചിക്കുമായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കർത്താവിന്റെ കൺസേൺ കണ്ടു. ആദ്യം പത്രോസിനെ തേടി പോവാ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുക. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്തുക. അവിടെ ഹൃദയം ക്ഷീണിച്ചു പോകാതിരിക്കാൻ അവർ കർത്താവ് തിരുവെഴുത്തുകൾ പറഞ്ഞാ ബലപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യം കുറുവാക്യത്തിൽ വായിച്ചതുപോലെ എന്താ വായിച്ചത്? നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. കർത്താവ് നോക്കിക്കേ, അവരെ അത് ധ്യാനിപ്പിക്കുക. ആ വചനം പറഞ്ഞ് ബലപ്പെടുത്തുക. എന്താ കാര്യം? മോശ മുതൽ പഴയ നിയമം എല്ലാ ഘട്ടങ്ങളും പറഞ്ഞ് അവരെ ബലപ്പെടുത്തി അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുക. ഇന്ന് രാത്രികാലം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഹൃദയം ഇന്ന് ഉറയ്ക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. വചനം കത്തിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു, കീപ് ദ ലാംപ് ബേണിംഗ്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതായത് ഹൃദയത്തിൽ നാം വചനം എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണം. നാം ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ഇടവരികയില്ല. ഇങ്ങ് അടുത്ത് നോക്കിക്കേ, പെട്ടെന്ന് തന്നെ ഞാൻ വായിച്ച് പെട്ടെന്ന് വായിക്കാം. നോക്കിക്കേ, അവർ ഭയപ്പെട്ടു, ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിവിൻ. യേശു തന്നെ തെളിയിക്കുക. ഇത്ര വലിയ ദൈവത്തെ നാം ആരാധിക്കും. എത്ര ഭാഗ്യവാന്മാരാ നമ്മൾ! ഇത്ര വലിയ ദൈവത്തെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞ് കർത്താവോട്, എന്താ സക്കായിയുടെ കാര്യം പറഞ്ഞ പോലെ, അവൻ തീവ്രമായി ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. ഒന്ന് കാണാൻ ആഗ്രഹിച്ച് മരത്തിൽ കയറി തിരിച്ചു പോകണം, എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാ വന്നത്. പക്ഷെ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശുവിന്റെ പ്രതികരണം. എത്ര സ്നേഹമായ പ്രതികരണമായിരുന്നു. യേശു പ്രതികരിച്ച് അവൻ ഞെട്ടിപ്പോയി കാണും. സക്കായി ഞെട്ടിപ്പോയി കാണും. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങളൊക്കെ ഉണ്ട്, ലൈവായിട്ട് വരണം. ഞാൻ ആഗ്രഹിക്കുക. കാരണം എന്റെ ജീവിതത്തിൽ എന്നെ ദൈവം നടത്തിയ വഴികൾ, ഞാൻ കർത്താവിനെ എത്രയോ തള്ളിപ്പറഞ്ഞ സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇന്ന് ക്ഷമ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കർത്താവേ, നീ എന്നെ ഓരോ ദിവസവും നീ എന്നെ നടത്തുന്ന വിധങ്ങൾ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ നോക്കിക്കുക, അവൻ ചെയ്ത കാര്യം എന്നറിയാമോ?
നോക്കിക്കേ, ആ 33-ാം വാക്യത്തിൽ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകും. യെരുശലേമിലേക്ക് അവരെന്ത് ചെയ്യുകയാണ്? യെരുശലേമിലേക്ക് മടങ്ങിപ്പോകും. നോക്കിക്കേ, അവരുടെ ഹൃദയം ബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തു അവരുടെ ഹൃദയത്തെ ബലപ്പെടുത്തി തിരുവെഴുത്തിൻ പ്രകാരം അവരുടെ ഹൃദയത്തെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരൊരു മടങ്ങി വന്നു. അവർ മടങ്ങി വരവിലേക്ക് വന്നു. അത് നമ്മുടെ ഹൃദയങ്ങളിലും അങ്ങനെ ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയം പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ, സംശയത്തിന്റെ അവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ, വാടിയ മുഖവും നിരാശയും ഭയവും വിധിയും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഹൃദയം വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, കർത്താവ് പറയുന്നു, മടങ്ങിവാ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിവാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും പതറിപ്പോകുവാൻ ഇടവരല്ലേ. ക്രിസ്തുവിന്റെ സ്നേഹം അത്രത്തോളം വലുതാ പ്രിയതേ. യേശുവിന്റെ സ്നേഹം അത്രത്തോളം വലുതാ. ശിഷ്യന്മാരെ തേടി പോകുന്ന കർത്താവ്, നമ്മളെ തേടി വന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ വരി പ്രകാരം എനിക്ക് ഓർമ്മ വരും. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥ, നിന്നിൽ ചാരുന്ന നേരത്തിൽ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ വേദനകൾ, നീയല്ലാതെ ഭാരം താങ്ങുവാനായി ഇല്ലെനിക്കാരുമേ, നീയല്ലാതെ ഭാരം താങ്ങുവാനായി ഇല്ലെനിക്കാരുമേ, നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ, നിൻ കൈ